ഞാനിപ്പോൾ എൻ്റെ റോസിനൊക്കെ വളപ്രയോഗം നടത്താൻ പോവാം. ഇത് ചാണപ്പൊടി, വേപ്പ പിണ്ണാക്ക്, എല്ലുപൊടി, കുറച്ച് ചുണ്ണാമ്പ് ഇട്ടിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഒച്ചിൻ്റെ ശല്യമുള്ളതുകൊണ്ട് കുറച്ച് ചുണ്ണാമ്പും കൂടെ മിക്സ് ചെയ്ത് എടുത്ത പൊടിയാണ് ഇത്. അപ്പോൾ ഒരു ദിവസം മുമ്പേ നന്നായിട്ട് ഇലയൊക്കെ വെട്ടി റോസിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി അതിൽ മണ്ണൊക്കെ ഒന്ന് ഒരു ചെറിയ വടിയെടുത്തിട്ട് കുത്തി ഇളക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇളക്കി വിട്ട മണ്ണൊന്ന് കുറച്ചൊന്ന് നീക്കിയിട്ട് നമ്മൾ ഈ പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാ സൈഡും വരുന്ന പോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് നീക്കിയ മണ്ണിനെ മേലേക്ക് എടുത്തിട്ട് മിക്സ് ചെയ്യാം. അടുത്തത് എന്താ ഇതുപോലെ മണ്ണിത്തിരി നീക്കി വിട്ടിട്ട് ഇതിലേക്ക് മിക്സിങ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അവിടെ നിന്ന് നീക്കിയ മണ്ണൊക്കെ വീണ്ടും അവിടേക്ക് ആക്കി എന്നിട്ട് ആ സൈഡിലെ മണ്ണ് നീക്കിയിട്ട് ആ ഭാഗത്തും ഇത്തിരി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ എപ്പോഴെങ്കിലും കൂടി ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. മഴയൊക്കെ കിട്ടുമ്പോൾ ചെയ്ത് കൊടുത്താൽ ഒരു മഴ വരുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ ചെടി നന്നായിട്ട് വരും. അടുത്തത് ഇതെൻ്റെ ഒരു കുട്ടി കറിവേപ്പിലയാണ്. ഇത് വിത്തിട്ടിട്ട് വന്ന കറിവേപ്പിലയാണ്, അതുകൊണ്ട് ഇത് കളഞ്ഞില്ല, അതവിടെ വെച്ചു. ഇത് ഞാൻ 50 രൂപക്ക് കിട്ടിയ ഒരു റോസാണ് ഇത്. ഇതിനെ വെച്ച് ഇപ്പോൾ ഇത് ഒരു വർഷം ഉണ്ടാവും. ഒരു 150 രൂപേൻ്റെ ഒരു റോസിൻ്റെ സൈസായി. ഇതിനും അതുപോലെ തന്നെ മണ്ണ് കുറച്ച് നീക്കി കൊടുത്തിട്ട് അവിടെ ഈ വളം അങ്ങ് ചേർക്കുക. അടുത്തത് ഒരു ചെറിയ ചെടിച്ചട്ടിയിലുള്ള ഒരു റോസാണ്. അതിന് ഇതുപോലെ മണ്ണ് നീക്കിയിട്ട് വളം ഇട്ട് കൊടുക്കുക. ഇത് പെട്ടെന്നുള്ള എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് മണ്ണൊക്കെ ആദ്യം ഒരു ചട്ടിയിലേക്ക് എടുത്തിട്ട് വളക്കി ഇട്ടതിന് ശേഷം ആ ചട്ടിയിലെ മണ്ണ് വീണ്ടും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഞാൻ ഇന്ന് എന്തുകൊണ്ട് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് രാത്രിക്ക് ചിലപ്പോൾ മഴ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം നമ്മളിതിങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ രാത്രിക്ക് മഴ കിട്ടിയാലും ചെടിക്ക് നല്ലത് തന്നെ. ഇല്ലെങ്കിൽ നാളെ രാവിലെ എഴുന്നേറ്റിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും.